ജോബ് നമ്മുടെ സർവീസ് സോഫ്റ്റ്വെയറിൽ ഒരു കസ്റ്റമർ വന്നാൽ കസ്റ്റമർ ഹാൻഡ്സെറ്റുമായി റിപ്പയറിങ്ങിന് ഡിവൈസുമായി വന്നിട്ടുണ്ടെങ്കിൽ ജോബ് എൻ്റർ ചെയ്യുന്നത് മുതൽ ആ ജോബ് റിപ്പയർ ചെയ്തതിന് ശേഷം ഡെലിവറി കസ്റ്റമർക്ക് തിരിച്ച് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കസ്റ്റമർ വരുമ്പോൾ നമ്മൾ ജോബ് എൻട്രി എന്ന ഓപ്ഷനാണ് എടുക്കുക. ആദ്യമായിട്ട് അതിന് ഷോർട്ട് കട്ട് F2 എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഫംഗ്ഷൻ കീ സർവീസിലെ ജോബ് എൻട്രി എന്ന് പറഞ്ഞ മെനു ഉപയോഗിക്കാം. ഷോർട്ട് കട്ടായിട്ട് ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ജോബ് എൻട്രി. ഇതിലാദ്യം തന്നെ കസ്റ്റമറുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ വാങ്ങുക. കോൺടാക്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മുമ്പ് നമ്മുടെ ഷോപ്പിൽ വന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഈ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്ത കസ്റ്റമർ ആണെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ താഴെ കാണിക്കും. നമുക്കതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കസ്റ്റമറുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് വരും. മാത്രമല്ല അവരുടെ പ്രീവിയസ് ജോബുകൾ മുമ്പ് ആ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന എല്ലാ ജോബുകളും ഇവിടെ താഴെ കാണിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസിലേക്കും അതിൻ്റെ ഹിസ്റ്ററിയിലേക്കും പോകും. നമുക്ക് ആഡ് ന്യൂ ജോബ് കൊടുത്തിട്ട് ആ കസ്റ്റമറുടെ ഇപ്പോഴത്തെ പുതിയ ഹാൻഡ്സെറ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി പുതിയൊരു കസ്റ്റമർ ആണെങ്കിൽ ജോബ് കോൺടാക്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യാം. ഇത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കസ്റ്റമറാണ്. അപ്പോൾ ആഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ടാബ് കീ ഉപയോഗിച്ചാലും വർക്ക് ചെയ്യും. ആഡ് കസ്റ്റമർ. ഇവിടെ നമ്മൾ ഈ കസ്റ്റമർ ഡീലറാണോ കസ്റ്റമറാണോ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ഈ വരുന്ന കസ്റ്റമർ ഡീലറാണെങ്കിൽ മീൻസ് ഷോപ്പിൽ നിന്ന് ബൾക്ക് ഹാൻഡ്സെറ്റ് കൊണ്ടുവരുന്ന കൂടുതൽ ഹാൻഡ്സെറ്റ് കൊണ്ടുവന്ന് ഷോപ്പ് വർക്കാണെങ്കിൽ ഷോപ്പിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ അയാളുടെ ഷോപ്പിൻ്റെ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ആ കോൺടാക്റ്റ് പേഴ്സൺ അത് ആരാണോ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട പേഴ്സണ് ആ ഷോപ്പിൻ്റെ കോൺടാക്റ്റ് ചെയ്യുന്ന പേഴ്സൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യും. പിന്നെ സ്ഥലം ടൈപ്പ് ചെയ്യുന്നു. ഇനി കസ്റ്റമർ ആണെങ്കിൽ നെയിം ടൈപ്പ് ചെയ്യുന്നു, പ്ലേസ് ടൈപ്പ് ചെയ്യുന്നു. ഇത്രയാണ് നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കസ്റ്റമർ പുതുതായിട്ട് ആഡ് ചെയ്ത കസ്റ്റമറാണ്. അദ്ദേഹത്തിൻ്റെ ജോബ് ആഡ് ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ കമ്പനി നമ്മൾ ലിസ്റ്റിലില്ലാത്ത കമ്പനി ആണെങ്കിലും ലിസ്റ്റിലില്ലാത്ത മോഡലാണെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് സേവ് ആവും. അപ്പോൾ എക്സസ് മാക്സ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ ആഡ് മോഡൽ ലിസ്റ്റ് ടാബ് അടിച്ചാൽ മോഡൽ അവിടെ സേവ് ആവും. ലിസ്റ്റിലുള്ളതാണെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് അത് അടുത്ത പ്രാവശ്യം ഓട്ടോമാറ്റിക് വരും. പിന്നെ നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്യേണ്ടത് IME നമ്പറാണ്. നമുക്ക് നമ്പറോ സീരിയൽ നമ്പറോ IME നമ്പറൊക്കെ ആൽഫബറ്റിക്കും ന്യൂമറിക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമറുടെ പാസ്വേഡ് ഡിവൈസ് പാസ്വേഡ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസുകൾ ഡിവൈസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. പിന്നെ റെഫറൻസ് നമ്പർ എൻ്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും റെഫറൻസ് നമ്പറുകൾ ഈ ജോബിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറെ എന്തെങ്കിലും നമ്പറുകൾ ഇപ്പോൾ വേറെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നതാണെങ്കിൽ അവരുടെ ആ ഷോപ്പിൽ കസ്റ്റമർ എൻ്റർ ചെയ്ത എന്തെങ്കിലും ജോബ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി പിന്നെ കംപ്ലൈൻ്റാണ്. കംപ്ലൈൻറ്റും മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത കംപ്ലൈൻറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ പുതിയ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ലിസ്റ്റില്ലാത്തതാണെങ്കിൽ മാറ്റർ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്താൽ അത് ആഡാവും ഓട്ടോമാറ്റിക് ആഡാവും. ഓക്കെ, അതർ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ജനറൽ എന്ന ടാബിലുള്ള ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് ഒരു ജോബ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഇവിടുന്ന് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്താൽ തന്നെ ഈ ജോബ് ഇവിടെ സേവ് ആവും. ഇനി അതല്ല അഡീഷണലായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇനീഷ്യൽ ചെക്ക്, പേയ്മെൻറ്റ് ഇൻഫോ, അതർ ഇൻഫോ ഇത്രയും ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ അഡീഷണൽ കാര്യങ്ങൾ കൂടി ജോബ് എൻ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
ഇനീഷ്യൽ ചെക്കിൽ നമുക്ക് ഒരു ജോബ് എൻട്രി ചെയ്യുമ്പോൾ ആ ആൻസറിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് മൊത്തം കസ്റ്റമർ മുമ്പ് തന്നെ ചെക്ക് ചെയ്തിട്ട് രേഖപ്പെടുത്തുന്ന മെത്തേഡാണ്. ഇതിൽ ക്യാമറ, ഡിസ്പ്ലേ, ഇവിടെ നമുക്ക് നെറ്റ്വർക്ക്, വൈഫൈ ഇതൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ മാസ്റ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയാൽ നമുക്കിവിടെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്ത് വെക്കാം. ഇനിയും അത് ക്യാമറ വർക്കിംഗ് ആണോ, ഡിസ്പ്ലേ വർക്കിംഗ് ആണോ, ജോബ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. ഇനി ഫിസിക്കൽ കണ്ടീഷൻസ് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ബോഡി സ്ക്രാച്ച്, സ്ക്രൂ മിസ്സിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ റിസ്ക് എഗ്രീഡ് ബൈ കസ്റ്റമർ, ഡാറ്റ ലോസ് ആവും എന്നുള്ളതും, ഡെഡ് ചാൻസ്, ഡിസ്പ്ലേ ബ്രോക്കൺ, ഇങ്ങനെയുള്ള ഇതൊക്കെ മുമ്പ് ഇതിൽ ടൈപ്പ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ പുതിയ കാര്യങ്ങളും ഇതിൽ ടൈപ്പ് ചെയ്താൽ ആഡ് ആവും. കസ്റ്റമർ എഗ്രി ചെയ്ത കാര്യം, ഈ സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്ന ഡാറ്റാസൊക്കെ, ഡീറ്റെയിൽസൊക്കെ കസ്റ്റമർക്ക് കൊടുക്കുന്ന സ്ലിപ്പിൽ, എൻട്രി സ്ലിപ്പിൽ പ്രിൻ്റ് ചെയ്തിട്ട് കസ്റ്റമറെ ബോധ്യപ്പെടുത്താൻ പറ്റും. കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും, അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാം. ഓക്കെ, പിന്നീട് ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ. അതുപോലെ ആക്സസറീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, വാങ്ങി വെക്കുന്ന ആക്സസറീസ്, ബാറ്ററി, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ മാസ്റ്ററിൽ പോയാൽ ആക്സസറീസൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ടിക്ക് ഇടുക. അതർ റിമാർക്സ് എന്തെങ്കിലും നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ പേയ്മെൻറ്റ് ഇൻഫോ, ഇതൊക്കെ ഓപ്ഷണലാണ്. ജനറൽ ടാബിൽ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണലാണ്. ജനറൽ ടാബിലുള്ള കാര്യങ്ങൾ മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ. അതർ ഇൻഫോ, പേയ്മെൻറ്റ് ഇൻഫോയിൽ പോയാൽ എസ്റ്റിമേറ്റ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും എസ്റ്റിമേറ്റ് പറയുന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് കാണിക്കാം. ഇനി ചില കേസിൽ നമ്മൾ അഡ്വാൻസ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ഇവിടെ രേഖപ്പെടുത്താം. എത്രയാണ് അഡ്വാൻസ്? ഈ വാങ്ങുന്ന അഡ്വാൻസ് ബൈ ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ക്യാഷിൻ്റെ കോളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യണം. അതല്ല അല്ല ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി, ബാങ്ക് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ വഴിയൊക്കെ ആണെങ്കിൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് പറഞ്ഞ ടാബിൽ പോയിട്ട് ആ കോളത്തിലാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. ഈ എമൗണ്ട് 2000 നമ്മൾ മിക്കവാറും ക്യാഷിലായിരിക്കും. അപ്പോൾ ക്യാഷിലാകുമ്പോൾ 2000 രൂപ. ഇനി അതർ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് കൂടിയുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്കൊരു ടെക്നീഷ്യനെ, നമ്മുടെ ലിസ്റ്റിൽ, നമ്മുടെ ഷോപ്പിലുള്ള ടെക്നീഷ്യനെ അസൈൻ ചെയ്യാം. ഈ ജോബ് ഏത് ടെക്നീഷ്യനാണ് കൊടുക്കുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് അസൈൻ ചെയ്യാം. അതല്ലെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോസ്, പ്രൂഫുകളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഡ്യൂ ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻട്രി വയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ കളക്ഷൻ ബോയ് വഴി എൻട്രി ചെയ്തായിരിക്കും, പിക്ക് ആൻഡ് ഡ്രോപ്പ് വഴി, അതല്ലെങ്കിൽ കൊറിയർ വഴി വന്നതായിരിക്കും. എങ്ങനെയാണ് ആ എൻട്രി ഇവിടെ നടന്നത്, അല്ലെങ്കിൽ ബൈ കൗണ്ടർ, മീൻസ് വാക്കിംഗ് കസ്റ്റമർ, വാക്കിംഗ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ കൗണ്ടർ ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഈ സമയത്ത് സേവ് ചെയ്യുന്നതോടുകൂടി അവർക്കൊരു SMS പോവും. ഓക്കെ, SMS ആവശ്യമില്ലെങ്കിൽ ടിക്ക് ഒഴിവാക്കാം. സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുന്നു. ഈ സമയത്ത് നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് ആവുന്നു. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ ആ ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക് റെസിപ്റ്റിൻ്റെ മുകളിൽ വരും, അത് പ്രിൻറ്റിൽ വരും. ഓക്കെ, ഇതാണ് കസ്റ്റമർക്ക് കൊടുക്കുന്ന റെസിപ്റ്റ്. നമ്മൾ എൻട്രി ചെയ്ത എല്ലാ കാര്യങ്ങളും റെസിപ്റ്റിലുണ്ട്. അഡ്വാൻസ് വാങ്ങിയത്, എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതോടുകൂടി ഒരു ജോബ് എൻട്രി ആയി. ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ലാസ്റ്റ് എൻട്രി, റീസെൻ്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഈ ടാബിൽ ഈ ലാസ്റ്റ് എൻട്രി ചെയ്തത് മുതൽ ഇങ്ങോട്ട് താഴേക്ക് കാണിക്കും. 125 ഇപ്പോൾ ലാസ്റ്റ് എൻട്രി ചെയ്ത ജോബ് എൻട്രി. ഇതിൻ്റെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോകും. മീൻസ് സ്റ്റാറ്റസ് ഓഫ് എ ജോബ് ഓർ ഹിസ്റ്ററി ഓഫ് ജോബ് എന്ന് പറയും. ഈ ജോബുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹിസ്റ്ററികളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസ് പൊസിഷൻ കൗണ്ടറാണ്. അതായത് ഒരു ടെക്നീഷ്യന് കൈമാറിയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ടെക്നീഷ്യൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നോ ആണ്. ഏത് ടെക്നീഷ്യനാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ടെക്നീഷ്യനെ അസൈൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ കൗണ്ടറിലാണ് ഇതിൻ്റെ പൊസിഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി സർവീസ് ഇൻഫോ, ഡെലിവറി ഇൻഫോ ഒന്നും ഇപ്പോൾ നോക്കിയാൽ കാണില്ല. ഇപ്പോൾ ജോബ് ഇൻഫോ മാത്രമാണ്, ജോബ് എൻട്രി ഇൻഫോ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ അസൈൻ ടെക്നീഷ്യൻ എന്നാണ്. ഈ ജോബ് ഒരു ടെക്നീഷ്യൻ നമ്മൾ അസൈൻ ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ അസൈൻ ചെയ്യാത്ത എല്ലാ മറ്റ് ജോബുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ജോബ് നമ്പർ 125 ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ലിസ്റ്റിലുള്ള ടെക്നീഷ്യനെ കാണിക്കും. ഈ ലിസ്റ്റിൽ താഴോട്ട് കൂടുതലുണ്ടെങ്കിൽ അവരുടെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് അവിടെ വരും. ഈ വാഹിദ് എന്ന ടെക്നീഷ്യനെ ഈ ജോബ് അസൈൻ ചെയ്യണം. ആ ടെക്നീഷ്യൻ്റെ ഡീറ്റെയിൽസാണ് താഴെ കാണിക്കുന്നത്. ഇത് സേവ് ചെയ്യുന്നതോടുകൂടി ഈ ജോബ് വാഹിദ് എന്ന് പറഞ്ഞ ടെക്നീഷ്യന് അസൈനായി. ഇപ്പോൾ ആ ജോബിൻ്റെ ഇൻചാർജ്, മീൻസ് ആ ജോബ് 125 കളർ മാറി. 125 സ്റ്റാറ്റസ് പൊസിഷൻ ഇപ്പോൾ സ്റ്റാറ്റസ് എടുത്താൽ സർവീസ് സെൻറ്റർ എന്നാണ്.
അതായത് ഇതൊരു ടെക്നീഷ്യൻ്റെ കയ്യിലാണ്. ഏത് ടെക്നീഷ്യനാണ്? വാഹിദാണ് ടെക്നീഷ്യൻ. ഇതോടുകൂടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. ടെക്നീഷ്യന് ഇപ്പോൾ അവൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് ഹാൻഡ്സെറ്റ് ഉള്ളത്. ഇനി അടുത്ത 2 സ്റ്റെപ്പുകൾ ടെക്നീഷ്യനാണ്